ഓക്കെ ഇവിടെ കൊണ്ടുണ്ടെങ്കിൽ ഇല്ല അതിങ്ങനെ പൊടി അപ്പൊ എന്താ ഇതിനെക്കൊണ്ട് കറിയാക്കണ്ടമേ? ഈ ഒരു പാക്കറ്റ് എല്ലും ചെമ്മീൻ ഇത് മതിയല്ലേ? ചെറുതാണ്. അച്ഛൻ കൊറേ സമയമായില്ല മേപ്പുറത്തുനിന്ന് താടി ഓടിക്കാൻ പറ്റി. മാങ്ങയിലുണ്ട്. മാങ്ങ മറ്റേ ടൗണിലെല്ലാം ഉണ്ടാവില്ലേ? നമ്മുടെ ഇവിടെയൊന്നുമില്ല. മാങ്ങിട്ട് നല്ല രസം ഉണ്ടാക്കുന്നില്ലേ മേ? അച്ഛൻ നിങ്ങൾ കൊറേ നേരമായില്ലേ പോയിട്ട് താടി ഓടിക്കാൻ? അത് വീണോടിക്കുന്നുണ്ടാ? അത് വീണോടിക്കുന്നുണ്ടാ? ഇതൊന്ന് പനിയെ മറച്ചിട്ടിട്ട് നീ അതാരുടെ കുഞ്ഞിനി? അത് മറച്ചിട്ടില്ലേ? കുറച്ച് ചെമ്മീനുണ്ട്, 2 മുരിങ്ങാക്കായുണ്ട്, ഒരു വെള്ളരിക്കുണ്ട്. അമ്മ പറഞ്ഞു ഇതെല്ലാം കൂടി ചെമ്മീനും വെള്ളരിക്കും മുരിങ്ങാക്കായും കൂടി വെച്ചോ. മീനൊന്നും ഇല്ലല്ലോ. അടക്കലിനെ തപ്പിച്ചതാണ് ഈ കടവാന്റെ പണിയാണ്. കഴിക്കുമ്പോ പൊളിക്കുമ്പോ തപ്പിക്കണ്ടോ? കായും പൊത്തി വെച്ചിട്ടെങ്കിൽ അതും കിട്ടൂല. അത്രയിലേക്ക് നമുക്ക് കണ്ടെങ്കിൽ പൊക്കാൻ നിൽക്കില്ല. എന്നാണ് കറിയാക്കുന്നത്? കറി വെള്ളരിക്ക മുരിങ്ങാക്കായെല്ലാം ഉണ്ട്. അതിനെ കൊണ്ട് ചെമ്മീൻ ഇട്ടിട്ട് ഒരു പുളിങ്കറി കണക്ക് നേക്കാം. ആ വെള്ളരിക്കല് മുരിങ്ങാക്കായും ചെമ്മീൻ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചീര നീ വെള്ളത്തിലിട്ട് വെച്ച് നീ ചീര അത് ഇന്നലെ വറുത്തതിന്റെ ബാക്കി ഉണ്ടായില്ലേ? ഫ്രിഡ്ജിലെടുത്ത് വെച്ചൂടെ? ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടാ ഞാൻ ബക്കറ്റിൽ വെള്ളാക്കിട്ട് അതങ്ങനെ ആയി. അതൊന്ന് വറവാക്കിക്കോ, കളയണ്ട. അപ്പൊ നമ്മുടെ മുരിങ്ങക്കായ് വെള്ളരിക്ക ഇതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്നാന്ന്? പുളിവെള്ളം. പുളിവെള്ളം. അപ്പൊ ചട്ടിയിലേക്ക് മുരിങ്ങക്കായും വെള്ളരിക്കും മാറ്റുന്നുണ്ട്. ചെമ്മീൻ കഴുകിട്ടേ, ചെമ്മീൻ കഴുകട്ടെ. പിന്നെ ഇവിടെ ചെമ്മീൻ കഴുകി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അത്രല്ലേ ചെമ്മീനെങ്കിലും മതിയാ? എന്റെ ഇതേ കൊണ്ടുല്ല മണം ചൊയ. പുളി ഞണ്ടണ്ടേ? പുളി പീഞ്ഞു വെച്ചില്ലല്ലേ? വാളംപുളി അല്ലേ? വാളംപുളി. നല്ല ടേസ്റ്റാണ്. നോക്കാം. അപ്പോൾ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഇത്രയുണ്ട്. ഉപ്പ്, പറങ്കിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പ്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഞാൻ അടുപ്പ് കത്തിക്കാം. അടുപ്പിൽ വറയില തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ തീപ്പട്ടി വരച്ച് ഇതാ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും ഒരു ടാസ്ക് ആണ് അല്ലേ? അടുപ്പിൽ തീ കത്തിക്കല്. ഗ്യാസ് ലാഭിക്കണമെങ്കിൽ ഇങ്ങനെ ചില വിധികളൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ? കത്തി മോളെ, കത്തി കത്തി അടിച്ചു മോളെ, അടിച്ചു പറയുന്ന പോലെ. കത്തി മോളെ, കത്തി. അടുപ്പിൽ അങ്ങനെ നമ്മുടെ കറിയുടെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി തിളക്കട്ടെ അല്ലേ? നല്ല പുക. അങ്ങനെ ആദ്യം ഇത് കെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഊതി കൊടുക്കട്ടെ.
ഞാൻ ഊതിയാളൊന്നും കത്തുന്നില്ല. ലത തന്നെ വിളിക്കാം. ലത എന്നെ കെട്ടൂണേ. തീ കത്തിയിട്ടില്ലല്ലേ? നല്ല കത്തുന്നു പറയാനല്ല കണ്ടാല്. നീ കംപ്ലീറ്റ് കുത്തി തിരികെ വെച്ചിന്. കുറച്ചതിനൊരു ഇത് കൊടുക്കണം. ഞങ്ങൾ അതിനുള്ള ഓക്സിജൻ കയറണം. രണ്ടാമത് ആദ്യം കത്താൻ തുടങ്ങിയിട്ടുണ്ട്. നീ കത്തുവല്ല. അപ്പോൾ ലതയുടെ ചുണ്ടിൽ പുഞ്ചിരി വന്നിട്ടുണ്ട്. അടുപ്പിൽ തീ കത്തിയപ്പോൾ ലത അവർ വിജയിപ്പോലെ മന്ദഗസിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം കാണാൻ കഴിയുന്നത്. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയായിരിക്കും അല്ലേ? കത്തുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ? പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിലൊളിക്കണ കുളിരല പോലെ കണ്ടില്ലേ കിന്നാരം പറയണ ഒരാളെ അയ്യാ ഇല്ലിക്കാട് നീലുവിളിയുന്ന കുളിരല പോലെ. അപ്പൊ നമ്മുടെ കറി അപ്പുറത്തുനിന്ന് പോയിട്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീര അല്ലേ? ചീര നല്ലോണം വാടിപ്പോയിനി. അപ്പോൾ അതൊന്ന് വറവാക്കാം. ഇനി ഇന്നലെ ആക്കിന് കുറച്ച് ഇന്നൊക്കെ അതൊന്ന് വാടി. അപ്പോൾ ഒത്തിരി കഴുകട്ടെ. ഇത്രയില്ലോ മതി. അപ്പൊ നമ്മുടെ ചീര അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് പറയാൻ പറ്റും. അപ്പൊ ഇത് കുറച്ചേ ഇല്ലും. അപ്പൊ അതുകൊണ്ട് കുറച്ച് സാമ്പാർ ചെടിയുടെ ഇല കൊണ്ടുവന്നിട്ടുണ്ടേ. നല്ല ഇലയാണ്. അപ്പൊ ഇതുകൊണ്ട് ഒന്ന് ഈർന്നിടണേ. ഞാൻ ഈർന്നിടണ. എന്നാ പിന്നെ ഇത് ഈർന്നിടാ. തേങ്ങ അടിച്ചു പൊടിച്ചിട്ടുണ്ട്. വെള്ളമില്ലേ? നീ എന്നെ ഓടിച്ചോ. പൊരി കളഞ്ഞു. അങ്ങനെ ഞാൻ സാമ്പാർ ഇലയെല്ലാം ഉയർന്നിട്ടിട്ടുണ്ട്. ഇതിന്റെ കോലിതാ. ഇത് കളഞ്ഞേക്കല്ലേ? ഇത് മോശമല്ലാണ്. നമ്മുടെ കറി എന്തായി നോക്കട്ടെ. വെള്ളം പറ്റി പോയാ? അപ്പൊ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്തെല്ലാന്ന്? ജീരകം തേങ്ങയും അരച്ചത്. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണ്ടേ? അപ്പൊ അരപ്പിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ അരപ്പും കൂടെ ഒന്ന് തിളക്കട്ടെ. അത് ഉപ്പുണ്ട് നോക്കലായി. ഉണ്ടാ ഉപ്പ് കൂടുതലാന്ന് പറയുന്നത്? ടേസ്റ്റ് ഉണ്ടാ? അപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് വറുത്തും കൂടി ഇടേ. നമ്മൾ കറിവേപ്പിലും വറ്റൽമുളകും പിന്നെ എന്താണ് കടുക്. ഓക്കെ. ഇത് പെട്ടെന്ന് അച്ഛനമ്മക്കും കൊണ്ട് കൊടുക്കട്ടെ. മറ്റേ വറവായിട്ടേ സമയം ഒരുപാട് വൈകി. അപ്പോൾ നമ്മൾ വറുത്തിട്ട് ചട്ടിയിൽ തന്നെ കറി കോരി കൊടുക്കാം. കോരി ഒരടിയിരുന്നു. അച്ഛനമ്മയും ചോറ് കഴിക്കാൻ കാത്തിരിക്കുകയെന്ന്. അതിനോടെ വറുത്തിട്ട് എടുത്തിട്ട് വരെയത് ചാറ് കൊടുത്ത ചെമ്മീൻ ഇട്ടില്ല. ചാറ് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ അങ്ങനെ കിട്ടുന്നില്ല. ഞാൻ വെച്ച് കാണുന്നില്ല. ഇടക്ക് നഷുവിന് ചെറിയ പനിയാണ്. കനാച്ചു സ്കൂളിൽ നഷുവിനെ കൂട്ടാൻ പോയി. അതാ കുറച്ച് വൈകി പോയി കേട്ടാ. അപ്പൊ നമ്മുടെ ചീരി സാമ്പാർ ചീരി രണ്ടും കൂടി വറവ്. അത്ര ഇല്ലു കൊടുത്ത അച്ഛൻ. കഴിച്ചമ്മ കഴിച്ചോ. രസമുണ്ടാ? കറി ഉണ്ടാ? രസമുണ്ടാ? കറി രസമുണ്ടാ? രസമുണ്ടാ?
അമ്മ കറി നോക്കിയാ വെള്ളം എടുത്തു വാ. നല്ല കറി തന്നെ. എന്താ തിരക്കായി പോയി ഇന്ന്. വെള്ളം കൊടുത്തിന് അല്ല വെള്ളം എടുത്തിന് ഇവര്. വെള്ളം എടുത്തില്ലേ? ഒന്ന് കഴിക്കട്ടെ. അച്ഛാ താട്ടോട്ടെ. ആട്ടാ അമ്മ താട്ട. ഓക്കെ. സുഖമില്ലെങ്കിൽ ഇപ്പം പോകാൻ കഴിയാ പണി അങ്ങോട്ട്. സുഖമില്ലെങ്കിൽ പോകാൻ കഴിയാ. ചെറിയ പനിയില്ല നോക്കട്ടെ. സുഖമില്ലെങ്കിൽ പോകണ്ട. നാളെ പോവാം. ഇല്ല, പാത്രം എടുത്ത്. അപ്പൊ ഇന്ന് അനിയത്തികൾക്ക് പോണം വിചാരിച്ചതാണല്ലേ വൈകുന്നേരം. അശ്വര് നോക്കട്ടെ. അശ്വര് കണ്ടീഷൻ നോക്കിയിട്ടല്ലേ. എന്നാ പിന്നെ ഞാൻ ചോറ് കഴിക്കട്ടെ, എനക്ക് മെസ്കലായി. ഒഴിച്ചോ. അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ചാറ് വയ്ക്കറ കഷ്ണങ്ങൾക്ക് വരട്ടെ. നമ്മനെ കഴിക്കാ. ആദ്യം നമ്മുടെ എന്താ കറി നോക്കട്ടെ. നല്ല ചൂട്. മുരിങ്ങയ്ക്ക കഷ്ണം മാറ്റി വെക്കാം. പപ്പടം കൂടെ ഇരിക്കാം. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചെമ്മീനും കൂടെ ഇട്ടുകൊണ്ട് നമ്മൾ ചീര കുറച്ചും കൂടെ കറി എടുക്കാം. കറി സൂപ്പർ ഒന്നും പറയാനില്ല. അപ്പോൾ ചെമ്മീൻ വെള്ളരിക്കും മുരിങ്ങക്കോലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിക്കോട്ടെ. സംഭവം സൂപ്പറാണ്. പപ്പടം കൊണ്ടുണ്ടെങ്കിൽ ഇല്ല, അതിങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് അടിക്കുക. അതാ മുരിങ്ങക്കോലൊന്ന് വാടിപ്പോയി. അതാ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞു. നഷു സ്കൂളിൽ നിന്ന് ചോറും കഴിച്ചിട്ട് വന്നില്ല കേട്ടോ. നവല സ്കൂളിൽ പോയി തല്ലി. ഒന്നും പറയാനില്ല. ഇന്നത്തെ കറി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. വെള്ളം വെച്ചിട്ടേ. ഓക്കെ.